ഞാൻ മഹാവിഷ്ണുവിനെ കണ്ടിരുന്നു. എന്നെ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം. നമസ്കാരം, അനന്തപുരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കോമഡി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. കോമഡിയും തോന്നും നമുക്ക്, ഈ ഇവനെ പോലെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് 2 എണ്ണം കാവാലത്തിൽ കൊടുക്കാനും തോന്നും അല്ലേ. അതെന്താണെന്ന് ആദ്യം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ചില ആസാമികൾ, ചില ഉസ്താക്കന്മാർ, ചില ചമ്മാരി, ഇവന്മാര് നല്ല വിശ്വാസങ്ങളെ, നമ്മുടെ വിശ്വസിക്കുന്ന മതങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ കുറെ മറ്റേ ഊമാർ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ, അങ്ങനെ പറയാൻ പറ്റും. അതിലൊരുത്തൻ ആണ് ദൈവൻ, ഈ ആസാമി. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ, യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ കണ്ട് വട്ടുപിടിച്ചാണ് കേട്ടോ. ഞാൻ ഇങ്ങനൊരു വീഡിയോ, ഒരു പ്രതികരണം നടത്തണമല്ലോ നമുക്ക്, ആ പ്രതികരണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയത്. അപ്പോൾ എന്തായിരുന്നാല് ഇവൻ ആദ്യം പറയുന്ന കാര്യം, മഹാവിഷ്ണു ഇവനെ വിളിച്ചിരുന്നു. എൻ്റെ കയ്യിൽ നമ്പറില്ല. നമ്മുടെ ഈ വിശ്വാസികളോ ശരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള അവിടുത്തെ ആരിലും മഹാവിഷ്ണു നമ്പറില്ല. ഇവനെ വിളിച്ചിരുന്നു 2 തവണ. അപ്പോൾ പോയതെങ്ങനെയെന്ന് അറിയണ്ടേ? 1 തവണ ബുള്ളറ്റിൽ പോയി, 1 തവണ ട്രെയിനിലാണ് പോയത്. ഇനി അടുത്ത് വിമാനത്തിലോ വല്ല വേറെ എന്തെങ്കിലും ഇതിലേക്കായിരിക്കും ഇനി അടുത്ത് പോകുന്നത്. ഇനി അടുത്തിവൻ പോകുന്നത് നേരെ കെട്ടിയെടുത്തുകൊണ്ട് മുകളിലോട്ടായിരിക്കും കേട്ടോ. അത് ഇവൻ്റെ തിരിച്ചു വരാത്തൊരു പോക്കായിരിക്കും പോകുന്നത്. കാരണം ഇതുപോലെയുള്ള നാറികൾ സമൂഹത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇതുപോലെയുള്ള തെമ്മാടി ചെറ്റകൾ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. എന്താണെന്നാലും അവൻ്റെ ഒരു വീഡിയോ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അവൻ ട്രെയിനിലും ബുള്ളറ്റിലൊക്കെ പോകുന്നത് കാണണ്ടേ, അത് ആദ്യം പരിചയപ്പെടുത്താം. എന്നിട്ട് നമുക്ക് മുന്നോട്ടടുത്ത ഇവൻ്റെ കോമഡിയിലേക്ക് കടന്നു പോകാം. ഇത് സാമ്യല്ല, ഭഗവാനാണ്. ഞാൻ മഹാവിഷ്ണുവിനെ കണ്ടിരുന്നു. എന്നെ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. ഫസ്റ്റ് പ്രാവശ്യം പോയത് ബുള്ളറ്റിലും, 2ാമത്തെ പ്രാവശ്യം പോയത് ട്രെയിനിലായിരുന്നു. എങ്ങനെയുണ്ട്? ഇവൻ പോയത് ബുള്ളറ്റിൽ, പിന്നെ പോയത് ട്രെയിനിലാണ്. വിളിച്ചിരുന്നു. പ്രപഞ്ചമൊക്കെ ഇവൻ്റെ കയ്യിലാണ്. ഇവൻ്റെ കയ്യിലാണ് പ്രപഞ്ചം. ഈ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ മഹാവിഷ്ണു. പിന്നെ അങ്ങനെ ഈ ദൈവങ്ങളൊക്കെ ഇവനെ വിളിക്കാറുണ്ട്. ഇവൻ്റെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഇവനെ വിളിക്കാറുണ്ട്. ഇവൻ്റെ കയ്യിലാണ് മൊത്തവും. എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും എല്ലാവരും ഇവൻ്റെ കയ്യിലാണ്. ഈ ആസാമിയുടെ കയ്യിലാണ്. ഇവൻ എവിടെയാണെന്ന് അറിയില്ല, ഇവൻ്റെ പേരും എനിക്കറിയില്ല. അങ്ങനെ അറിയായിരുന്നെങ്കിൽ ആട്ട പിടിച്ചെങ്കിലും പോയി അവൻ്റെ മുഖത്ത് നോക്കി 10 ചീത്ത ഞാൻ വിളിച്ചന. അത്രയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ട് ഇവനെ കാണുമ്പോൾ അറിയാം. വേലയും കൂലിക്കും പോവാത്ത, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഏതോ തോട്ടത്തിൽ ചെന്നിരുന്ന് തോന്നിയാസം വിളിച്ച് പറയുന്ന ഒരു ചെറ്റയാണെന്ന് അല്ലേ. അടുത്തും കാണാം. പിന്നെ പറയുന്നത്, ഞാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അല്ലേ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമൊന്നും ആരും ആവണ്ട. നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അപ്പുറത്ത് ആരും വളർന്നിട്ടില്ലല്ലേ. ഞാൻ പഠിച്ചിട്ടില്ല. ഇവൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ഒന്ന്, ഇവൻ്റെ കയ്യിൽ ശംഖചക്രം ഉണ്ട്. ഇവൻ്റെ കയ്യിൻ്റെ പാദത്തിലൊക്കെ ഉണ്ട്. ഇത് സാമ്യല്ല, ഭഗവാനാണ്. ഞാൻ മഹാവിഷ്ണുവിനെ കണ്ടിരുന്നു. എന്നെ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. താമര ഇദ്ദേഹത്തിന്റെ കൈവെള്ളയിലുണ്ട്. ഞാൻ കണ്ടില്ല കേട്ടോ. ഇയാൾ ഇങ്ങനെയൊക്കെ തുറന്ന് കാണിക്കുന്നു. കുളിച്ചിട്ട് 6 മാസമായ ഒരു കൈ കഴുകിയിട്ടേ ഇയാൾ 6 മാസം ആയതുപോലെ തോന്നിയിട്ടുണ്ട് ആ കൈ കണ്ടപ്പോൾ. എന്നുവെച്ചാൽ കറക്റ്റ് ഇയാളെ കൈ കണ്ടാൽ കൊത്തപ്പണിക്ക് പോയ കൊത്തന്റെ കൈയാളെന്ന് മേശിരിയുടെ കയ്യാളായിട്ട് ജോലി ചെയ്ത് ചുടുകല്ലും കരിങ്കല്ലും ചാന്തുമൊക്കെ എടുത്ത് ഒരു പഴവിയ ഒരു കൈയായിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇയാളെ കണ്ടിട്ട് ജോലിക്കാരനല്ല. പക്ഷെ എന്തെങ്കിലും ജോലിയില്ലാതെ ഈ കള്ളം പറയാൻ പറ്റൂലല്ലോ. 5000 രൂപ കടം വാച്ചാണ് പോയെന്നുണ്ട്. ഈ കടം തിരിച്ചു കൊടുക്കണ്ടേ. അപ്പം എന്തെങ്കിലും ജോലിക്കാരനായിരിക്കും. അപ്പം ഇയാളെ കയ്യിൽ എല്ലാം ഉണ്ട്. നമ്മുടെ കയ്യിലൊന്നുമില്ല, ഇയാളെ കയ്യിലെല്ലാം ഉണ്ട്. അപ്പം അതും ഒന്ന് കാണാം. ഇത് മീൻ, ഫിഷ് എന്നൊക്കെ പറയും, മീൻ എന്ന് പറയും. ഇത് മീനിന്റെ പോലെ ഇല്ല എന്നൊക്കെ. അതെ. ഇനി അടുത്ത് സ്വാമിയുടെ അടുത്ത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ.
എല്ലാ വീഡിയോ ഇതുപോലെ ഏതെങ്കിലും പണയിലും കാട്ടിലും മരത്തിൻ്റെ കൊമ്പിലും ഒക്കെ ചെന്നിരിക്കാൻ തനിക്ക് വീടില്ലേ? അതോ വീട്ടിലിപ്പം കയറ്റാറില്ലേ? എനിക്ക് തോന്നുന്നു തൻ്റെ സംസാരം കേട്ടിട്ട് തൻ്റെ നാട്ടിൽ പോലും തന്നെ ആരും കൂട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തൻ്റെ നാട്ടിൽ പോലും ആരും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം വെട്ടിത്തനവും മണ്ടത്തനവും വിളിച്ച് പറയുന്ന ഒരു ഊള എന്ന് പറയുന്ന തനിക്ക് എത്ര വിവരമുണ്ടോ തനിക്ക്? ഈ വിളിച്ച് പറയുന്ന തൻ്റെ അടുത്ത് ഒന്ന് വീഡിയോ ചെയ്യുന്ന, ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മറുപടി തരുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന അവന്മാർ പോലും തൻ്റെ വലിയ അഭ്യാസം കണ്ടെടുത്ത് വന്നേന്നും അല്ലടോ. കഴുതേ, മരക്കഴുതേ, തൻ്റെ അഭ്യാസം കണ്ട് വന്നതല്ല. തന്നെ ശരിക്കും ഡ്രോണെന്നാണോ അവന്മാർ? തന്നെ മനസ്സിൽ പള്ളി വിളിച്ചുകൊണ്ട് അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ശരിക്കും തൻ്റെ അടുത്ത് വന്ന് ക്യാമറയും പിടിച്ച് മുന്നിലിരിക്കുമ്പം താൻ വിചാരിക്കുന്നത് താൻ എന്തോ വലിയ മറ്റവനാണ്. നല്ലടാ ഊളെ, താൻ ഒരു കോപ്പനുമല്ല. തന്നെ അവർ ഡ്രോൾ ചെയ്യണം. താൻ ആ മരക്കൊമ്പിൽ ചെന്നിരുന്ന് തന്നെ ഈ പാകത്തങ്ങനം കണ്ട നാട്ടുകാർ അടിച്ച് കാലിനൊടിക്കും. താൻ എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഊളത്തന താൻ വിളിച്ച് വിളമ്പുന്നത് മൊത്തവും കൈയില്ലാത്തവൻ കൈ കെട്ടിയടിക്കുന്ന ഒരു തരം ചൊറി സംസാരമാണോ തൻ്റെ? മനസ്സിലായോ? ഈ പറയുന്ന എനിക്ക് വരെ ദേഷ്യം വരുന്നെങ്കിൽ ഇത് കേൾക്കുന്നവർക്കോ? എല്ലാവരും എല്ലാ രീതിയിലും വരും. തന്നെ പോലുള്ള കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. വിശ്വാസങ്ങളെ തന്നെ കളിയാക്കുന്ന രീതിയിലാണ് താൻ പറയുന്നത്. ഓരോരോ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയാണ് താൻ ഒരുമാതിരി മറ്റേ ഡ്രോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ചെറ്റ പറഞ്ഞൊരു തമാശയുണ്ട് കേട്ടോ. തൃശ്ശൂരിൽ ഇദ്ദേഹം ചില കർമ്മങ്ങൾ ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. ജനങ്ങൾ വോട്ടിട്ടിട്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടും ജനങ്ങളുടെ വോട്ടും കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചാൽ പറയാണ്. ഈ ചെറ്റ പറയാണ്, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഞാൻ തന്നെ. ഞാൻ 2-3 തവണ കണ്ടു. കഴിഞ്ഞ 2 തവണ തോറ്റപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങോട്ട് ജയിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് ഇയാൾക്ക് അങ്ങോട്ട് റോട്ടിലിറങ്ങി പല വ്യക്തികളുണ്ടല്ലോ തോറ്റു പോയിരുന്ന. ഇയാളെ പോയി കണ്ടാൽ പോരെ ഈ ചെറ്റയ്ക്ക് ഇലക്ഷൻ കാർഡ് ഉണ്ടോ എന്ന് സംശയമാണ്. ഇദ്ദേഹത്തിന് ഇലക്ഷൻ കാർഡോ ഇലക്ഷൻ എന്താണെന്ന് അറിയാമോ എന്ന് സംശയമാണ്. ഇയാൾ പറയുന്ന ഒരു തരം ഊള സംസാരമാണ്. ഇയാൾ പ്രവചിച്ചിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത്. ഈ ഊള പറയുന്നത് ഈ സുരേഷ് ഗോപിനെ ജയിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഈ ദിലീപിനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഞാൻ തന്നെയാണ്. 99% ഫ്രോഡുകൾ. ദിലീപിന് കഴിഞ്ഞ ഈ റേപ്പ് കേസിലൊക്കെ പെട്ടല്ലോ അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളിൽ ദിലീപ് പെട്ടല്ലോ. ഈ പ്രശ്നം ഉണ്ടാക്കി ഇയാളെന്നാണ്. ഈ ദിലീപ് അറിയണമെങ്കിൽ വണ്ടി വിളിച്ചൊന്ന് ഇയാളെ കാവാല മുളക്ക കൊടുക്കും. ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഇയാളാണ്. ഇയാൾ മറ്റേ പ്രശ്നക്കാരനല്ലേ? മനസ്സിലായില്ലേ? ഇയാളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് ഇവൻ പറയുന്നത്. മനസ്സിലായോ? ഇദ്ദേഹം നമ്മളെ വയസ്സിന് മൂത്തതാ. പക്ഷേ ഇയാളുടെ സംസാരം കേട്ടാൽ ഞാനെന്നല്ല, എനിക്കും എത്രയോ താഴെയുള്ളവും വരെ ചിലപ്പോൾ അറിയാമെങ്കിൽ, ആളിനെ തിരിച്ചറിയ എവിടെയുണ്ടെന്ന് അറിയാമെങ്കിൽ ഓട്ടോ പിടിച്ചു പോയി ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് തെറി വിളിക്കുക. അമ്മാതിരി പട്ടി സംസാരമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. സാമ്യല്ല, ഭഗവാനാണ്. ഞാൻ മഹാവിഷ്ണുവിനെ കണ്ടിരുന്നു. എന്നെ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. ഫസ്റ്റ് വീണ്ടും ഉണ്ട് കേട്ടോ. അപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിലായി ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ്റെ എല്ലാ അവതാരങ്ങളും ഇയാളെ കയ്യിലാണ്. അടുത്തുകൊണ്ട് ഇയാൾ 5000 വർഷത്തിന് മുമ്പ് ദിലീപായിട്ട് കൂട്ടായിരുന്നു. 5000 വർഷം മുമ്പ് ഇയാൾ ജനിച്ചിരുന്നു. അപ്പോൾ ദിലീപായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. മോഹൻലാലായിട്ട് അത്ര കൂട്ടൊന്നും ഇല്ലായിരുന്നു. ദിലീപായിട്ട് ഭയങ്കര കൂട്ടാണ്. എന്നിട്ട് യേശുവിൻ്റെ അവതാരം ഉണ്ടായിരുന്നെന്ന് ഇയാളൊരു TV ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിരുന്നപ്പോൾ ഇയാൾ അമ്മ പറയാണ്, പിന്നെ പള്ളിയിൽ പോകണം എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം കേട്ടില്ല. മുമ്പ് വെച്ച് TV പൊട്ടിത്തെറിച്ചെന്ന്. അപ്പം TV ആയിരിക്കുമല്ലോ, അല്ല പടക്കുമല്ലോ ആയിരിക്കും അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഈ ആസാമി കൊണ്ടുവന്ന TV ആയിരിക്കില്ല, പടക്കായിരിക്കും പൊട്ടിത്തെറിക്കാനേ. അപ്പം ഈ ആസാമിയുടെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കുന്നതേ, ഒരച്ഛനേ ഉള്ളോ അതോ ഇങ്ങനെ പല വിധത്തിൽ സംസാരിക്കണോണ്ട് ചോദിച്ചല്ല കേട്ടോ, വേറെ ഒന്നും തോന്നല്ലേ. ഒരച്ഛനേ ഉള്ളോ അതോ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന നല്ല അമ്മയും ജന്മം തന്ന അമ്മയും അച്ഛനെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി വയസ്സാം കാലത്ത് ഇറങ്ങി വകതിരിവില്ലാതെ താൻ സംസാരിച്ചോ നടക്കുകയാണോ? അതോ തലയ്ക്ക് വല്ല അടിയോ ഇതുപോലെ പറഞ്ഞുകൊണ്ട് നടന്നപ്പം തന്നിട്ട് ഈ ബോധമില്ലാതെ
സംസാരിക്കുന്നതാണോ? എന്തായിരുന്നാലും താൻ ചികിത്സിക്കേണ്ട സമയമായിരിക്കുകയാണ്. തൻ്റെ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇല്ല എങ്കിൽ ഇങ്ങനെയാണ് പോണെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ തൻ്റെ ബോധം എന്നേക്കുമായി നഷ്ടപ്പെടുത്തും കേട്ടോ. എനിക്ക് നിങ്ങളോടൊരു ഉപദേശമാണ് ഞാൻ തരുന്നത്. പിന്നെ ഈ കൈ കാണണ്ടേ, ഇങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു മീനൊക്കെ ഉണ്ട് കേട്ടോ. മത്തിയാണോ ചാളയാണോന്ന് അറിയില്ല, കയ്യിൽ മീനുണ്ട്, അത് കാണിച്ചു തരാം. ആസാമിയുടെ കയ്യിൽ ഒരു മീനുണ്ട്, അതും കണ്ടിട്ടേ പോകാവൂ. ഇത് മീൻ, ഫിഷ് എന്നൊക്കെ പറയും, മീൻ എന്ന് പറയും. ഇത് മീനിന്റെ പാലില്ല എന്നൊക്കെ. ഇത് മീനിന്റെ പാലല്ലേ? അതെ അതെ അതെ. കണ്ടല്ലോ, ആസാമിയുടെ കയ്യിലൊരു മീനൊക്കെ ഉണ്ട്. മീൻ ഇവിടെ കൊണ്ട് ശംഖ് കാണാനില്ല, ചക്രം, അത് തറച്ചക്രം ഒരുക്കുക, അത് ദീപാവലിക്ക് കത്തിച്ച് കാണും, അതുകൊണ്ട് കാണാനില്ല, കത്തിച്ച് പോയി കാണും കേട്ടോ. നമുക്ക് എടുത്തുകൊണ്ടിരാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ തന്നെ പറയുന്നു, വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഇയാളുടെ സംസാരം കേട്ടല്ലോ, ഫ്രോഡ് അല്ലേ, 99% ഫ്രോഡുകളുണ്ടല്ലോ. ഞാൻ സ്വാമിയോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 99ാമത്തെ ഫ്രോഡുകളിൽ 98 കഴിഞ്ഞാൽ 99ാമത്തെ ഏറ്റവും വലിയ 2024 ഏറ്റവും വലിയ ഫ്രോഡ് എന്നുള്ളൊരു പിന്നെ ഒരു ആദരവ് തന്നെ ഏറ്റുവാങ്ങാൻ വേണ്ടി നിങ്ങളാണ് അർഹതപ്പെട്ടത്. ഏറ്റവും വലിയ ഫ്രോഡ് 2024 ഏറ്റവും വലിയ ഫ്രോഡാണ് സ്വാമി നിങ്ങൾ. കൈ വെറുതെ വിറയ്ക്കാം. കൈ വിറയ്ക്കുന്നില്ല. അത് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. തൊട്ടോളൂ, ഒരു പ്രശ്നമില്ല. എന്റെ കൈയോട് വിറയ്ക്കുന്നുണ്ട്. സാമിയോ ആസാമിയോ മർമാണി സുശീല സ്വാമി ആരാണെന്ന് നിനക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോടാ. മിലിറ്ററിയാ? എവിടെ നിന്ന് ഒപ്പിച്ചാവോ? ഒരു പട്ടാളക്കാരൻ കൈ നോക്കാൻ വന്നു. എന്നിട്ട് എങ്ങനെയുണ്ട്? താമസിയാതെ വെടി തീരും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ലൈക്ക്, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും.